നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. അതിന് ഞാൻ 250 ഗ്രാം മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇത് ചീനിക്കിഴങ്ങെന്ന് പറയാറുണ്ട്, പല പല പേരിൽ ഇത് അറിയപ്പെടും. നമുക്ക് വലുതായിട്ട് ഒരു സവോള കട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു തക്കാളിയും അതും എല്ലാം വലിയ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ജീരകം വേണം, ഒരു ചെറിയ സ്പൂണ്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളിയും വലിയൊരു പീസ് ഇഞ്ചിയും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ആവശ്യത്തിന് നമുക്ക് വെള്ളവും ചേർക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ 2 വലിയ സ്പൂണ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ജീരകവും കൂടി ഇടാം. എണ്ണയ്ക്കകത്തോട്ട് തന്നെ ജീരകം ഇടണമെങ്കിൽ ആ ജീരകം പൊട്ടുള്ളൂ നല്ലതുപോലെ. ജീരകം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തീരെ പേസ്റ്റ് ആക്കണ്ട, ചതച്ച് വെച്ചാൽ മതി. അത് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ചേർക്കാം. എല്ലാം ചതച്ചാൽ മതി, മൊത്തത്തോടെ അങ്ങ് പേസ്റ്റ് ആക്കി കളയണ്ട. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ വലിയതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോള ചേർക്കുവാണ്. സവോള ഒന്ന് വാടണം നല്ലതുപോലെ. ഇപ്പം നമ്മുടെ പച്ചമുളകും സവോളയും നല്ലപോലെ വഴന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാൻ ഇനി മസാല ചേർക്കാൻ പോവുകയാണ്. എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഇത്ര നല്ല നിറമുള്ളത്. നമുക്ക് എരിവുള്ളവർക്ക് അല്ലാത്ത മുളക് പൊടിയും ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. അതൊന്ന് പച്ചമണം മാറി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഈ മധുരക്കിഴങ്ങ് നമ്മൾ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് തക്കാളിയും സവോളയും നമ്മൾ വലിയ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കുക. അത് വേകാൻ വേണ്ടി നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ മധുരക്കിഴങ്ങ് പെട്ടെന്ന് വേകും. ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേകും, അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോകും. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് ഇതിൻ്റെ കൂടെ ഇനി നമ്മളൊരു ലിഡ് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു മധുരമുണ്ട് ഇതിന്. അത് മധുരമുള്ള കറി ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.